നേതാക്കളടക്കം നടന്ന കൂടിയാലോചനകൾക്കൊടുവിൽ ഇന്നാണ് ഇപ്പോൾ സുരക്ഷാ മന്ത്രിസഭാ യോഗം ഔദ്യോഗികമായിട്ട് നെതന്യാഹുവിന്റെ പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത്. അതായത് വിവിധ 5 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് നെതന്യാഹു ഈ സമിതിക്ക് മുമ്പാകെ വെച്ചിരുന്നത്. 1, ബന്ദികളെ പൂർണ്ണമായിട്ടും തിരികെ എത്തിക്കുക. 2, ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുക. 3, ഗസ മുനമ്പിൽ ഇസ്രായേലിന്റെ നിയന്ത്രണം നടപ്പിൽ വരുത്തുക. 4, ബദൽ സിവിലിയൻ സർക്കാർ രൂപവൽക്കരിക്കുക. 5, സൈനികവൽക്കരണം തുടങ്ങി നെതന്യാഹുവിന്റെ എല്ലാ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾക്കും ഇസ്രായേൽ മന്ത്രിസഭ അനുമതി നൽകി കഴിഞ്ഞിരിക്കുന്നു. ഗസ നഗരത്തിന്റെ നിയന്ത്രണത്തിന് പുറത്തുള്ള, തങ്ങളുടെ സൈനിക നിയന്ത്രണത്തിന് പുറത്തുള്ള ചില പ്രദേശങ്ങളിലേക്ക് മാത്രം ഭക്ഷണ വിതരണം കേന്ദ്രീകരിക്കാനുള്ള ഒരു തീരുമാനം കൂടി കൈക്കൊണ്ടിരിക്കുകയാണ്. അതായത് മധ്യ ഗസ ഭാഗത്ത് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിന് സമാനമായ ക്യാമ്പ് രൂപപ്പെടുത്തുകയും അവിടേക്ക് ഫലസ്തീൻ സമൂഹത്തെ മൊത്തം ആട്ടിത്തെളിയിച്ചുകൊണ്ട് ഏറ്റവും കുടിലമായിട്ടുള്ള ഒരു വംശഹത്യാ പദ്ധതി കൂടിയാണ് ഇതിലൂടെ നെതന്യാഹു ലക്ഷ്യം വെക്കുന്നത്. അതിനെ സൈനിക മേധാവി ഭയാനകമായിട്ടുള്ള ഒരു നീക്കമായിരിക്കും ഇസ്രായേൽ സേന നടത്താൻ പോകുന്നത്. അതിൽ നിന്ന് പിന്തിരിയണമെന്ന് സൈനിക മേധാവി നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ അതൊക്കെയും മറികടന്നുകൊണ്ടാണ് ഈ പദ്ധതിക്ക് ഒടുവിൽ മിനി മന്ത്രിസഭാ യോഗം അനുമതി നൽകിയിരിക്കുന്നത്. ഈ സൈന്യത്തെ മരണക്കെണിയിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും രൂപപ്പെടുക എന്നാണ് സൈനിക മേധാവി അറിയിച്ചതെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബന്ദികളുടെ ജീവൻ എല്ലാ അർത്ഥത്തിലും അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് ബന്ദികളുടെ ബന്ധുക്കളും ആരോപിക്കുന്നുണ്ട്. പ്രതിപക്ഷവും ബന്ദികളുടെ ബന്ധുക്കളും ചേർന്ന് ഈ തെല്ലവീവിലും ജെറൂസലമിലും ഹൈഫയിലും വലിയ തോതിൽ ഈ പ്രക്ഷോഭം ഈ രാത്രിയിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തായാലും തങ്ങളുടെ കൂടുതൽ സൈനികരെ ഒരു 25,000 സൈനികരെയെങ്കിലും പുതുതായിട്ട് റിസർവ് ബറ്റാലിയനിലേക്ക് എടുത്തുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാനുള്ള ഏറ്റവും കുടിലമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കത്തിലാണ് ഈ രാത്രിയിൽ മുതൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അതോടൊപ്പം തന്നെ മന്ത്രിസഭയും അതുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീർപ്പിലാണ് എത്തിയിരിക്കുന്നത്. UN സെക്രട്ടറി ജനറൽ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിലുള്ള പ്രതിസന്ധി അല്ലെങ്കിൽ ഈ മാനുഷികമായിട്ടുള്ള ദുരന്തം അതിന്റെ ഏറ്റവും കടുത്ത വ്യാപ്തിയിലേക്ക് നീങ്ങാനായിരിക്കും ഇത്തരമൊരു പദ്ധതിയും അതിന്റെ പ്രയോഗവൽക്കരണവും ഇടവരുത്തുക. അതുകൊണ്ട് ആ പദ്ധതിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിച്ചിട്ടില്ല എങ്കിൽ ആയിരങ്ങൾക്ക് പിന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെടുമെന്ന് കൂടിയാണ് അല്പം മുമ്പ് നടത്തിയ പ്രതികരണത്തിൽ UN സെക്രട്ടറി ജനറൽ വ്യക്തമാക്കിയിരിക്കുന്നത്. യൂറോപ്യൻ സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പൊക്കെ നൽകുന്നുണ്ട്. രക്ഷാസമിതിയുടെ അടിയന്തര യോഗം നാളെ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് പ്രയോജനമുണ്ടാകും ഈ മുന്നനുഭവങ്ങളുടെ വെളിച്ചത്തിൽ? അതാണ് സൈഫുദ്ദീൻ, നമുക്കറിയാൻ സാധിക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ തീരുമാനവുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകട്ടെ എന്നൊരു നിലപാടാണ് അമേരിക്കൻ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോ UN രക്ഷാസമിതി അടിയന്തര യോഗം വിളിച്ചു ചേർത്തു ഈ സ്ഥിതിഗതികളിൽ അതീവ ഉത്കണ്ഠ രേഖപ്പെടുത്തി എങ്കിൽ പോലും ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രമേയം ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഈ പുതിയ പദ്ധതിക്കെതിരെ UN രക്ഷാസമിതിയിൽ വന്നാൽ പോലും അതിനെ വീറ്റോ ചെയ്യാമെന്ന് അമേരിക്ക ഇസ്രായേലിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നേരത്തെയൊക്കെ സംഭവിച്ചത് പോലെ തന്നെ ഈ വീറ്റോ അധികാരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിന് പൂർണ്ണ പരിരക്ഷ ഉറപ്പ് നൽകുന്ന ഒരു അമേരിക്കൻ സമീപനം തുടരുന്ന ഒരു സാഹചര്യത്തിൽ സൈഫ് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാവുക എളുപ്പമല്ല. പക്ഷേ ജർമ്മനി തങ്ങളുടെ ആയുധ കയറ്റുമതി നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടത് ഇസ്രായേലിന് അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും പിന്നിട്ട പതിറ്റാണ്ടുകളായി ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് എത്തിക്കുന്ന ഒരു സുഹൃത്ത് രാജ്യം കൂടിയാണ് ജർമ്മനി. അപ്പൊ ജർമ്മനിയുടെ ആ മാറ്റം അല്ലെങ്കിൽ ആ നിലപാട് മാറ്റം പരിഗണിച്ചുകൊണ്ട് മറ്റു കൂടുതൽ രാജ്യങ്ങൾ കൂടി ഇസ്രായേലിനുള്ള ആയുധ കയറ്റുമതി നിർത്തിവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പ്രത്യാഘാതം ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇന്ന് നെതന്യാഹു നടത്തിയിരിക്കുന്നത്. കാരണം ഇത് ഹമാസിന് ഒരു പാരിതോഷികം നൽകുന്നതിന് തുല്യമായ ഒരു സമീപനമാണ് ജർമ്മനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഇസ്രായേലിനെ പുറകോട്ട് വലിക്കുകയില്ല. തങ്ങളുടെ ലക്ഷ്യവുമായിട്ട് തന്നെ തങ്ങൾ മുന്നോട്ട് പോകും. ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണ പരമ്പരകൾക്കായിരിക്കും വരും ദിവസങ്ങളിൽ ഇനി ഗസ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന ഈ രാത്രി മുതൽ സൈനികമായി ഗസ കൈയടക്കാനുള്ള നീക്കത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നു എന്ന് പറയുമ്പോൾ അത് സൈന്യത്തിന്റെ ഒരു ഡിപ്ലോയ്മെന്റ്, സൈന്യത്തെ വിന്യസിക്കുന്നതിനപ്പുറത്തേക്ക് ഈ സൈന്യം എത്തുന്ന മേഖലകളിൽ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിക്കുന്ന ഒരു നടപടി ഉണ്ടാകുമോ? എന്താണ് ഇത് സംബന്ധിച്ച് ഇസ്രായേലിന്റെ ഒരു പ്ലാൻ?
സൈഫുദ്ദീൻ, പിന്നിട്ട് 22 മാസമായി ഏറെക്കുറെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കുടിലമായിട്ടുള്ള അന്തർദേശീയ ചട്ടങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിരുദ്ധമായിട്ടുള്ള സൈനിക നടപടികൾ തന്നെയാണ്. അതിൽ ഈ പുതുതായിട്ടുള്ള ഒരു തീരുമാനത്തിലൂടെ വരാൻ പോകുന്നത് ഗസയിൽ നിന്ന് ഈ പലസ്തീനികളെ പുറന്തള്ളുക എന്ന ഏറ്റവും കൃത്യമായിട്ടുള്ള ആ വംശഹത്യ പ്ലാനിന് പിന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു അംഗീകാരം മന്ത്രിസഭയിൽ നിന്ന് ലഭ്യമാകുന്നു. അതോടൊപ്പം തന്നെ 25,000-ലധികം റിസർവ് സൈനികരെ കൂടി നിയോഗിച്ചുകൊണ്ട് കൂടുതൽ കരയുദ്ധത്തിന് കൂടുതൽ സാഹചര്യം ഒരുക്കുന്നു. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മധ്യ ഗസയുടെ വളരെ ചുരുങ്ങിയ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ഈ ഗസ നിവാസികളെ ചുരുക്കാനും അതിന് പുറത്ത് ഏറ്റവും കുടിലമായിട്ടുള്ള ഈ വംശഹത്യാ പദ്ധതി, കാരണം കൊന്നൊടുക്കുക എന്ന ഒരു ഏറ്റവും ക്രൂരമായിട്ടുള്ള ആ ഒരു ആക്രമണ പദ്ധതി തന്നെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം 22 മാസമായിട്ടും ഒരു ലക്ഷ്യവും നിറവേറാത്തൊരു സാഹചര്യത്തിൽ തന്റെ രാഷ്ട്രീയ മേൽവിലാസം ഉറപ്പിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ സുരക്ഷ എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അതിന് പിൻബലം ലഭിക്കുന്നതിന് വേണ്ടി കൂടിയാണ് നെതന്യാഹു ഇത്തരമൊരു പദ്ധതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അമേരിക്കൻ ആയുധങ്ങളുടെ ബലത്തിൽ മാത്രമായിരിക്കും ഈ സൈനിക വിന്യാസം അല്ലെങ്കിൽ സൈനികമായിട്ടുള്ള വിപുലീകരണം ഇസ്രായേലിന് നടത്താൻ സാധിക്കുക. കാരണം നേരത്തെ വൈറ്റ് ഹൗസിൽ 2 തവണ നെതന്യാഹു സൂചിപ്പിച്ചതുപോലെ ഈ ഗസയെ സൈനികമായി പിടിച്ചടക്കുക എന്ന നീക്കത്തോട് തുടക്കത്തിൽ ട്രംപിനും അമേരിക്കയ്ക്കും എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഇന്ന് രാത്രി മുതൽ ഒരു സൈനിക വിന്യാസത്തിലേക്ക് ഇസ്രായേൽ പോകുന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ സ്റ്റാൻഡ് എന്തായിരിക്കും? അമേരിക്കയുടെ സ്റ്റാൻഡിൽ കാര്യമായിട്ടുള്ള ഒരു വ്യതിയാനം ഉണ്ടാവുകയില്ല. കാരണം നേരത്തെയൊക്കെ പ്രത്യക്ഷത്തിൽ ജോ ബൈഡന്റെ കാലത്ത് പോലും ശക്തമായിട്ട് ആവശ്യപ്പെട്ടിരുന്നത് ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം കൊണ്ടുപോകരുത് എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രതികരണമൊക്കെ വന്നിരുന്നു. പക്ഷെ ട്രംപിന്റെ ഒരു ഭരണ സമയം വന്നതോടുകൂടി പൂർണ്ണമായിട്ടും ഒരു ഇസ്രായേലിന്റെ അതിന്റെ എല്ലാ നീക്കങ്ങൾക്കും പിന്തുണ കൊടുക്കുന്ന ഒരു ട്രംപിനെയാണ് നമ്മൾ കാണുന്നത്. പശ്ചിമേഷ്യൻ സന്ദർശന വേളയിൽ ഗസയിലെ ഒരു യുദ്ധവിരാമത്തിന് വേണ്ടി താൻ എല്ലാ നീക്കവും നടത്തുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ അറബ് രാജ്യങ്ങൾക്ക് നൽകിയ ഒരു ഉറപ്പ് പോലും പാലിക്കാതെ പ്രത്യക്ഷത്തിൽ തന്നെ ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങൾ ഒരുക്കിയും കൂടുതൽ ഇസ്രായേലിന്റെ നടപടികൾക്ക് പിന്തുണ നൽകുന്ന ഒരു ട്രംപിനെയാണ് കാണുന്നത്. അതുകൊണ്ട് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ നടത്തുന്ന ഈ വംശഹത്യയുടെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഈ ഒരു പദ്ധതി, ആ പദ്ധതിയോടും അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് തന്നെ ആയിരിക്കും അമേരിക്ക സ്വീകരിക്കാൻ പോകുന്നത്. കാരണം ഇന്നലെ ഇസ്രായേലിലെ അമേരിക്കൻ അംബാസഡറും ഏറെക്കുറെ അത്തരമൊരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഏറ്റവും വലിയ തിക്തഫലം അനുഭവിക്കാൻ പോകുന്നത് നേരത്തെയൊക്കെ സംഭവിച്ചതുപോലെ തന്നെ സിവിലിയൻ സമൂഹമായിരിക്കും. കാരണം ഭക്ഷണം വിതരണം പോലും താളം തെറ്റിക്കിടക്കുന്ന ഒരു അവസ്ഥ, മരുന്നുകളില്ലാത്തൊരവസ്ഥ, വെള്ളവും അടിസ്ഥാന ഭക്ഷണവും ഇനിയും ഗസയിലേക്ക് കൂടുതൽ എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ, അത് കൂടുതൽ മാരകമായിട്ടുള്ള അവസ്ഥയിലേക്ക് നീങ്ങും. അതിന്റെ ഏറ്റവും കൂടുതൽ ബലിയാടുകളായി മാറാൻ പോകുന്നത് കുട്ടികളും സ്ത്രീകളും വൃദ്ധരും തന്നെയായിരിക്കും. അല്ലാതെ ഹമാസിന്റെ പോരാളികളെയോ ഇത്രയും മാസങ്ങൾ നീണ്ടു നിന്ന അധ്വാനത്തിലൂടെ ഒരു നിലക്കും അവരെ തറപറ്റിക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് ഇസ്രായേൽ നേതൃത്വം തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള ഇരകളായി മാറാൻ പോകുന്നത് ഇനിയും ഈ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻ സമൂഹം തന്നെയായിരിക്കും. ഇന്നും ഇപ്പൊ 13,000-ലധികം പേരാണ് ഈ ഭക്ഷണം തേടി വന്നവർ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അത്രയും ക്രൂരമായിട്ടുള്ള വംശഹത്യാ പദ്ധതി തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഹമാസിനെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തുക, അതിന്റെ തുരങ്കങ്ങളിൽ നിന്ന് ഹമാസിനെ അമർച്ച ചെയ്യുക എന്നത് പ്രായോഗികമല്ല എന്ന് സൈനിക നേതൃത്വം തന്നെ ഇന്നലെയും നെതന്യാഹുവിന്റെ മുമ്പാകെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ തന്റെ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകണം, അതിന് എത്ര വലിയ വില നൽകേണ്ടി വന്നാലും പ്രശ്നമില്ല എന്ന ഒരു ദാർഷ്ട്യം കലർന്ന നിലപാടിൽ തന്നെയാണ് നെതന്യാഹു ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം അന്തർദേശീയ സമൂഹം ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ ഈ വംശഹത്യയും ഈ കൂട്ടക്കുരുതിയും അതിന്റെ ഈ കൂട്ടമരണങ്ങളും ഏറ്റവും ഭീതിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുമെന്ന കാര്യം ഉറപ്പാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇസ്രായേലിൽ ഈ ഘട്ടത്തിൽ ഈ രാത്രിയിലും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നതും. സൈഫുദ്ദീൻ, ശരി. എന്തായാലും ഗസയിൽ ഇസ്രായേലിന്റെ ക്രൂരമായ വംശഹത്യാ പദ്ധതികൾ പുതിയൊരു ഘട്ടത്തിലേക്ക്, പുതിയൊരു തലത്തിലേക്ക് കടക്കുന്നു. ഗസ പൂർണ്ണമായും സൈനികമായി കീഴടക്കാനുള്ള നിർദ്ദേശത്തിന് ഇപ്പോൾ ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം അനുമതി നൽകിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ രാത്രി മുതൽ സൈനിക വിന്യാസത്തിലേക്ക് ഇസ്രായേലും നെതന്യാഹുവും പ്രവേശിക്കുകയാണ്. എത്ര കണ്ട് എതിർപ്പും ചെറുത്തുനിൽപ്പും ഗസയിൽ നിന്നുണ്ടാകും എന്ന് കാത്തിരുന്നു കാണാം. സൈനിക വിന്യാസത്തിനൊപ്പം ഗസയിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങളെ പുറന്തള്ളൽ കൂടി ഈ ഘട്ടത്തിൽ നെതന്യാഹുവിൻ്റെ ലക്ഷ്യമാണോ എന്നതും കാത്തിരുന്നു കാണണം.